നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് വളരെ പരിചിതമായ ചില ഭാഗങ്ങൾ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 14-16 വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 14-16 വാക്യങ്ങൾ. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞു അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവർ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്നു. ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി. പുരുഷാര ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടുന്നവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ക്രിസ്തുവേശ്വരുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവേശ്വരുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന എവങ്കേലിയനായ വായിച്ച ഭാഗം വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. അതിൽ നില ചിന്തകളാണ് ഒരുമിച്ച് പങ്കിടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ സുവിശേഷങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്നതായിട്ടുള്ള വളരെ പരിചിതമായ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ഭാഗമാണ്. ഇത് പലപ്പോഴുമൊക്കെ നമ്മൾ ഇതൊരു അടയാളം അല്ലെങ്കിൽ അത്ഭുതം എന്ന് മാത്രമേ കാണാറുള്ളൂ. എന്നാൽ അതിൽ നിന്ന് അല്പം കൂടെ വ്യത്യസ്തമായി ക്രിസ്തു ഭാവത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ് ഈ ഭാഗം എന്ന് ഒന്ന് അടിവരയിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേവലം ഇതൊരു അത്ഭുതമോ അടയാളമോ അല്ല, പിന്നെയോ ക്രിസ്തു ഭാവത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ് ഈ ഭാഗത്ത് ഉള്ളത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ആ ഭാവം നന്നായി പ്രകടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ഇടങ്ങളിലുള്ളത് എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു കർത്താവിൻ്റെ ഭാവങ്ങൾ വേദോസ്തവത്തിൽ അങ്ങോളം ഇങ്ങോളം, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ക്രിസ്തു മനസ്സിൻ്റെ ദൃശ്യഭാവങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. കോട്ടയം കൊച്ചി ഭദ്രാസനം കഴിഞ്ഞ വർഷം പഠനത്തിനായി എടുത്ത വിഷയം ട്രാവലിംഗ് വിത്ത് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു മനസ്സിൻ്റെ സഹയാത്രികർ എന്നുള്ളതായിരുന്നു. ക്രിസ്തു ഭാവത്തിൻ്റെ സഹയാത്രികർ എന്നുള്ളതായിരുന്നു. ഈ വേദഭാഗം അടിസ്ഥാനപ്പെട്ട് 3 ഭാവങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ധാരാളം ഭാവങ്ങളിൽ ചെറുത് മാത്രമാണ് ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ഭാഗത്തു നിന്ന് എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നടക്കുന്ന ധാരാളം സംഭവങ്ങൾ എടുത്തു നോക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ധാരാളം ഭാവങ്ങൾ നമുക്ക് കാണാം. കർത്താവിൻ്റെ മനസ്സ് എങ്ങനെയാണെന്ന് തിരിച്ചറിയുവാൻ ഈ വേദഭാഗങ്ങളൊക്കെ നമുക്ക് സഹായകരമായിട്ട് തീരും. അതുകൊണ്ട് തന്നെയാണ് മനസ്സിൻ്റെ സഹയാത്രികരെന്ന് പറയുമ്പോൾ കോവർക്കേഴ്സ് വിത്ത് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ യേശു കർത്താവിൻ്റെ ഭാവം നമ്മളിൽ ഉൾക്കൊണ്ട് ആ ഭാവത്തിനനുസൃതമായ ദൃശ്യഭാവങ്ങൾ നമ്മളിൽ ഉണ്ടാകുക എന്നുള്ളത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേവലം യേശുവിൻ്റെ മനസ്സിനെക്കുറിച്ച് ധ്യാനിച്ചതുകൊണ്ടോ യേശുവിൻ്റെ ഭാവം ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, പിന്നെയോ അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ, ആ ഭാവം നമ്മളിലുണ്ടാകുവാൻ, ആ ഭാവത്തിനനുസൃതമായ ജീവിതശൈലി രൂപപ്പെടുത്തുവാൻ നമ്മൾക്ക് കഴിയുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി ക്രിസ്തു ഭാവങ്ങളിൽ ഒന്ന് യേശു കർത്താവിൻ്റെ മനസ്സലിവ് എന്നത്, ക്രിസ്തുവിലുള്ള മനസ്സലിവിൻ്റെ മനോഭാവം, ക്രിസ്തുവിലുള്ള മനസ്സലിവിൻ്റെ മനോഭാവം, ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ത്രൂ ഹിസ് കമ്പാഷൻ. കർത്താവിൻ്റെ ആർദ്രതയുള്ള മനസ്സ്,
കർത്താവിൻ്റെ മനസ്സലിവുള്ള മനസ്സ്, കർത്താവിൻ്റെ അനുകമ്പ, ഇതൊക്കെ വേദപുസ്തകത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യേശു കർത്താവിൻ്റെ മനസ്സലിവിനെക്കുറിച്ച് ധാരാളം പരാമർശനങ്ങൾ വേദപുസ്തകത്തിൽ ആവർത്തിച്ച് കാണുന്നുണ്ട്. മനസ്സലിവ് എന്നുള്ള വാക്ക് തന്നെ ആവർത്തിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പുരുഷാരത്തെ കണ്ടാറെ അവൻ മനസ്സലിഞ്ഞു, ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിതറിയിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് അലിഞ്ഞു. പുരുഷാരത്തെ കുഴഞ്ഞവരും ചിന്തിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. ഇതൊക്കെ വേദപുസ്തകത്തിൽ നാം വായിക്കുന്ന ഭാഗമാണ്. ദി അൺഓർഗനൈസ്ഡ്, ദ മിസ്പ്ലേസ്ഡ്, ദ ഡിസ്ലൊക്കേറ്റഡ്, ദി എക്സോസ്റ്റഡ്. ക്ഷീണിച്ച് തടന്നു പോയവർ, കുഴഞ്ഞു പോയവർ, ചിതറിപ്പോയവർ, ഛിന്നഭിന്നമായി പോയവർ, അവരെ കണ്ട്, അവരുടെ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ ഒരു കർത്താവിനെക്കുറിച്ചാണ് ആ ഭാഗത്തൊക്കെ കാണുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവ് കുഷ്ഠരോഗിയോട് പറയുന്നുണ്ട്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാമെന്ന് പറയുന്നുണ്ട്. കുഷ്ഠരോഗി യേശുവിനെ വന്ന് സമീപിക്കുമ്പോൾ കുഷ്ഠരോഗി യേശുവിനോട് പറയുന്നുണ്ട്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. അപ്പോൾ യേശു കർത്താവ് പറയുന്നുണ്ട്, എനിക്ക് മനസ്സുണ്ട്. ആ മനസ്സലിവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വേണമെങ്കിൽ ഒരു വാക്കുകൊണ്ട് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കാമെന്നിരിക്കെ ആരും സ്പർശിക്കാത്ത അവനെ സ്പർശിച്ചുകൊണ്ട്, അവനെ തൊട്ടുകൊണ്ട്, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാം എന്ന് പറഞ്ഞ ആ മനസ്സാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നാം നയീനിലെ വിധവയുടെ ഏകമകൻ മരിച്ച് ഈ കർത്താവ് സഞ്ചാരവേളയിൽ കാണുമ്പോൾ അവളുടെ വേദന കണ്ടിട്ട് യേശു കർത്താവ് അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറയുകയും ആ മകന് സൗഖ്യം കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാം വാക്യത്തിൽ യേശുവിൻ്റെ മനസ്സലിവിൻ്റെ നല്ല ഒരു ഭാവമാണ്. മാർത്തയുടെയും മറിയയുടെയും ഏക സഹോദരനായിട്ടുള്ള ലാസർ മരിച്ചു കഴിയുമ്പോൾ വൈകി കല്ലറയിലേക്ക് വന്നതായിട്ടുള്ള യേശു കർത്താവ് കല്ലറയ്ക്കൽ വന്നു നിന്നുകൊണ്ട് കണ്ണുനീർ വാർത്ത വേദോത്സവത്തിൽ ഒരു വാക്യം അവിടെ കാണുന്നുള്ളൂ. കർത്താവിൻ്റെ മനസ്സലിവിൻ്റെ ഒരു ദൃശ്യഭാവമാണ് ഇവിടെ കാണുന്നത്. പാപിനിയായ സ്ത്രീയോട് യേശു കർത്താവ് പറയുന്നുണ്ട്, നീ ഇനി പാപം ചെയ്യരുതെന്ന് പറയാൻ ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല. അവൾ ആരാണെന്ന് നല്ലതുപോലെ അറിഞ്ഞ് അവളുടെ അവസ്ഥ നല്ലതുപോലെ അറിയുന്ന യേശു കർത്താവ് അവളെക്കുറിച്ച് മനസ്സറിയുന്നതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല, നീ പാപം ചെയ്യരുത് എന്ന് പറയും. നമ്മുടെ സമസ്ത മേഖലകളെയും അറിയുന്ന, ഇടപെടുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ശാരീരിക ആവശ്യങ്ങളിൽ കർത്താവ് മനസ്സലിവെ പ്രദർശിപ്പിക്കുന്നു. സാമൂഹ്യമായ പലയിടങ്ങളിൽ യേശു കർത്താവ് തൻ്റെ മനസ്സലിവ് പ്രദർശിപ്പിക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വരണ്ട കൈയുള്ള മനുഷ്യനെ കാണുന്ന, അവനെ സൗഖ്യമാക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പറയുന്നു, യേശു കർത്താവ് കോപിച്ചു, യേശു കർത്താവ് ദുഃഖിക്കുന്നൊരു യേശു കർത്താവ്. അതൊക്കെ മനസ്സലിവിൻ്റെ ഒരു ഭാഗമെന്ന് വേണമെങ്കിൽ പറയാം. യേശു കർത്താവിനെക്കുറിച്ച് ദുഃഖിക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കോപിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ തന്നെ പ്രയാസമാണ്. ദൈവം സ്നേഹമാണ് എന്നൊക്കെ പറയുകയെ ദൈവം കോപിച്ചു എന്ന് പറയുന്നതോ ദൈവം ദുഃഖിച്ചു എന്ന് പറയുന്നതോ ഒക്കെ പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്തതാണ്. ഏത് അവസ്ഥയും നന്നായി തിരിച്ചറിയുന്ന ഒരു കർത്താവ്, നമ്മുടെ സാഹചര്യങ്ങളെയൊക്കെ നന്നായി തിരിച്ചറിയുന്ന കർത്താവ്, മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ അവസ്ഥയും ഒന്നല്ലെങ്കിൽ വേറൊരവസ്ഥയെ വേദപുസ്തകത്തിൽ വരച്ച് കാട്ടുന്നുണ്ട്. അത് കുഷ്ഠരോഗിയുടെ അവസ്ഥയാകാം, സമൂഹത്തിൽ നിന്ന് നിഷ്കാസനായി കഴിയുന്ന ഒരു മനുഷ്യനായിരിക്കാം, അല്ലെങ്കിൽ രോഗിയായിരിക്കുന്ന ഒരു രോഗിയുടെ രോഗാവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് പല വിധത്തിലുള്ള പ്രയാസങ്ങളുടെയോ പരിമിതികളുടെയൊക്കെ സാഹചര്യങ്ങളായിരിക്കാം. എല്ലാ മനുഷ്യൻ അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പരിമിതികളെയൊക്കെ കണ്ട് അതിനെ തിരിച്ചറിഞ്ഞ് മനസ്സലിയുന്ന ഒരു കർത്താവിനെ അത്രേ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നിങ്ങൾക്ക് പലപ്പോഴും വളരെ സുപരിചിതമായ ഒരു പ്രാർത്ഥന ഞാനിവിടെ ആവർത്തിച്ച് ഈ സ്റ്റേജിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും. വേൾഡ് വിഷൻ ഇൻ്റർനാഷണലിൻ്റെ ഡയറക്ടർ, മാരാമൺ കൺവെൻഷൻ്റെ പ്രസംഗനുമൊക്കെ ആയിരുന്ന ഡോക്ടർ ബോബ് പിയേഴ്സിൻ്റെ ഒരു പ്രാർത്ഥന വളരെ 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 പ്രശസ്തമാണ്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: കർത്താവേ, നിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഏത് കാഴ്ചയും എൻ്റെ ഹൃദയത്തെയും വേദനിപ്പിക്കണമേ. നിൻ്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്ന ഏത് കാഴ്ചയും എൻ്റെ ഹൃദയത്തെയും വേദനിപ്പിക്കണമേ. അതിലൊരു ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ
യേശു കർത്താവ് മനസ്സിലുള്ള ദൈവമാണ്. യേശു കർത്താവ് ദുഃഖിക്കുന്ന ഒരു ദൈവമാണ്. യേശു കർത്താവ് ജീവിത സാഹചര്യങ്ങളെയൊക്കെ നന്നായി തിരിച്ചറിയുന്ന ഒരു ദൈവമാണ്. ഇത് നമുക്ക് എത്രയോ ആശ്വാസകരമാണ്. നമ്മുടെ ജീവിതങ്ങളെയൊക്കെ നന്നായി അറിയുന്നൊരു കർത്താവ്, നമ്മളായിരിക്കുന്ന അവസ്ഥകളെയൊക്കെ നന്നായി അറിയുന്നൊരു കർത്താവ്, അതിനോട് പ്രതികരിക്കുന്നൊരു കർത്താവ്, നിസ്സംഗത പാലിക്കുന്നൊരു കർത്താവല്ല. ചിലയിടങ്ങളിലൊക്കെ യേശു കർത്താവ് നിശബ്ദത പാലിച്ചു എന്നൊക്കെ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുത്തേക്കൊക്കെ വരുമ്പോൾ മകൾക്ക് വേണ്ടിയൊക്കെ അപേക്ഷിക്കുമ്പോൾ യേശു മിണ്ടാതിരുന്നതായിട്ടൊക്കെ അവിടെ കാണുന്നുണ്ട്. എന്നാൽ പൊതുവെ വേദവസ്തുത്തിൽ എല്ലാ ഇടങ്ങളിലും നോക്കുമ്പോൾ യേശു എല്ലാ അവസ്ഥകളെയും നന്നായി തിരിച്ചറിയുന്നു, അപഗ്രഥിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ മനുഷ്യൻ്റെയും ജീവിത സാഹചര്യങ്ങളെ, രോഗമാകട്ടെ, അത് ദാരിദ്ര്യമാകട്ടെ, അത് പട്ടിണിയാകട്ടെ, വിശപ്പാകട്ടെ, ദാഹമാകട്ടെ, എല്ലാ അവസ്ഥകളെയും നന്നായി തിരിച്ചറിയുന്ന, അപഗ്രഥിക്കുന്ന ഒരു കർത്താവ്. മാത്രമല്ല ആ അവസ്ഥകളോട് പ്രതികരിക്കുന്ന, ചിലപ്പോൾ ദുഃഖമായിരിക്കാം, ചിലപ്പോൾ കോപമായിരിക്കാം, ചിലപ്പോൾ മനസ്സലിവായിരിക്കാം. പ്രതികരിക്കുക മാത്രമല്ല അതിന് പരിഹാരം കാണുന്ന ഒരു കർത്താവ്. ഇത് നമുക്ക് വളരെയധികം ആശ്വാസമാണ്. ക്രിസ്തുവിലുള്ള ഈ ഭാവം നമുക്ക് വളരെയധികം ആശ്വാസമാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ കാണുമ്പോൾ, രോഗാവസ്ഥ കാണുമ്പോൾ, അടുത്തിടെ ഒരു വളരെ വളരെ പ്രശസ്തനായ ഒരു വൈദിക ശ്രേഷ്ഠൻ, അദ്ദേഹം ഒരു സർജറിക്ക് വേണ്ടി പോകാനായിട്ട് ഒരുങ്ങിയപ്പോൾ രാവിലെ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, തിരുമേനി, ഇത്രയും നാളായിട്ട് ഞാൻ ആശുപത്രിയിലൊന്നും കയറി ഇറങ്ങിയിട്ടില്ല. 80 വയസ്സ് കഴിഞ്ഞ ഒരു പട്ടക്കാരനാണ്. വളരെ വളരെ പ്രഗത്ഭനായ ഒരു പട്ടക്കാരൻ, നന്നായി സഭയിൽ നേതൃത്വം നൽകിയ പട്ടക്കാരൻ. എന്നാൽ അദ്ദേഹത്തിന് സർജറി വേണ്ടി വന്നു. ആ സർജറിക്ക് തൊട്ട് മുമ്പായി പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, തിരുമേനി, ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. ഇതെൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്നൊരു ക്രൂശായിരിക്കും. എങ്കിലും കർത്താവ് അറിയുന്നല്ലോ എൻ്റെ അവസ്ഥയെ, അതുകൊണ്ട് ഞാൻ ധൈര്യമായി ഈ സർജറി നേരിടാനായിട്ട് പോകുന്നു എന്ന് പറയുകയുണ്ടായി. നമ്മുടെ ഏതവസ്ഥയും ഒരുപോലെ നന്നായി അറിയുന്നൊരു കർത്താവ്, അതിനോട് പ്രതികരിക്കുന്നൊരു കർത്താവ്, പ്രതികരിക്കുക മാത്രമല്ല അതിന് പരിഹാരം കാണുന്നൊരു കർത്താവ്, അതത്രേ ക്രിസ്തുവിൻ്റെ മനസ്സലിവിൻ്റെ വലിയ ഭാവം. എന്നാൽ അതിലൂടെ ഈ ഒരു ദൂതുകൾ നൽകുന്നതിലൂടെ നമ്മളെയൊക്കെ കേവലം ആശ്വസിപ്പിക്കാൻ മാത്രമല്ല ഞാൻ ആഗ്രഹിക്കുക. അത് നമുക്കൊരു ആശ്വാസത്തിന് വക നൽകുന്ന ഒന്നാണ്. എ കമ്പാഷനേറ്റ് ഗോഡ്. മനസ്സിലുള്ളൊരു കർത്താവ് എന്ന് പറയുന്നത് നമുക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു സംഗതിയാണ്. എന്നാൽ ഈ മനസ്സലിവ് നമ്മൾ അനുഭവിക്കുന്നതോടൊപ്പം നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഈ മനസ്സലിവ് നമ്മളിലേക്ക് പകരപ്പെടണം. ഈ പ്രതികരണ ശേഷി നമ്മളിലേക്ക് പകരപ്പെടണം. ഏതവസ്ഥയും തിരിച്ചറിയുവാനായിട്ടുള്ള, അപഗ്രഥിക്കാനായിട്ടുള്ള ഒരു മനഃപൂർവ്വമായ താല്പര്യം നമ്മൾക്കൊക്കെ ഉണ്ടായിരിക്കണം. യേശു കർത്താവ് നമ്മെ കണ്ട് മനസ്സലിവ് നമ്മളെ അനുഗ്രഹിക്കുന്നു, നമുക്ക് സന്തോഷകരമാണ്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്ന ഈ മനസ്സലിവിൻ്റെ ഗുണഭോക്താക്കളായി നമ്മൾ കഴിയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ കണ്ട് മനസ്സലിയുവാനായിട്ടുള്ള ഒരു വെല്ലുവിളിയുടെ ഉയർത്തുന്നതാണ് ഈ ക്രിസ്തുവിൻ്റെ ഭാവം എന്നുള്ളത് ഒരിക്കലും മറക്കരുത്. വി ആർ ചലഞ്ച്ഡ് ടു ബി കമ്പാഷനേറ്റ്. മറ്റുള്ളവരോട് മനസ്സലിവ് കാണിക്കുവാൻ, മറ്റുള്ളവരോട് ആർദ്രത കാണിക്കുവാൻ, ഏത് ജീവിത സാഹചര്യങ്ങളെയും ഗ്രഹിക്കേണ്ടതുപോലെ അപഗ്രഥിക്കുവാൻ, അതിനോട് പ്രതികരിക്കുവാൻ. ഇന്ന് പലപ്പോഴും വിശ്വാസ സമൂഹത്തിൽ നമ്മൾ ആധ്യാത്മികമായൊക്കെ വളരെ ഔന്നത്യം പ്രാപിച്ചെന്ന് ചിന്തിക്കുമ്പോഴും ചുറ്റുപാടുകളെക്കുറിച്ച് നിസ്സംഗത പാലിക്കുന്ന ഒരു വിശ്വാസ മനോഭാവം, ചുറ്റുപാടുകളെക്കുറിച്ച് നിശബ്ദത പാലിക്കുന്ന ഒരു മനോഭാവം, ഇതൊന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ലെന്ന് എൻ്റെ വിചാരം. ഏത് ചുറ്റുപാടുകളെയും നന്നായി, വിശക്കുന്നവനെ കാണുമ്പോൾ അവൻ്റെ വിശപ്പ് മനസ്സിലാക്കുവാൻ കഴിയണം. ദാഹിക്കുന്നവനെ കാണുമ്പോൾ അവൻ്റെ ദാഹം മനസ്സിലാക്കുവാൻ കഴിയണം. പ്രതിസന്ധിയിലൂടെ കഴിഞ്ഞു പോകുന്ന ഏതൊരാളിനെയും കാണുമ്പോൾ അവൻ്റെ പ്രതിസന്ധികൾ മനസ്സിലാക്കുവാൻ കഴിയണം. യേശു കർത്താവ് പുരുഷാരത്തെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അവരുടെ വിശപ്പിനെ കണ്ട് മനസ്സലിഞ്ഞു. ഛിന്നഭിന്നമായി പോയി കണ്ട വലിയൊരു ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. ഇടയിലില്ലാത്ത ആടുകളെ പോലെ അവർ ഛിന്നഭിന്നമായിരിക്കുന്ന കണ്ടപ്പോൾ, ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ എന്തിനോടെല്ലാം പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്? ഏതെല്ലാം വിധത്തിലുള്ള പ്രതിസന്ധികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചിലപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ ആയിരിക്കാം, നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ആയിരിക്കാം, നമ്മുടെ സമൂഹങ്ങളിലായിരിക്കാം, രാഷ്ട്രത്തിലായിരിക്കാം. രാഷ്ട്രീയ വേദിയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അറിയാം, വിശ്വാസ സമൂഹത്തിനിടെ നേരിടുന്നതായിട്ടുള്ള പ്രതിസന്ധികൾ എന്തുമാത്രമാണ്. പീഡനങ്ങളിലൂടെയൊക്കെ നമ്മുടെ സമസൃഷ്ടങ്ങൾ പലയിടങ്ങളിൽ കടന്നു പോകുമ്പോൾ അതിനെ അല്പമെങ്കിലും ഗൗരവമായി എടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഞാൻ എന്ത് ചെയ്യുമെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം.
ഇതൊന്നും നമ്മുടെ മനസ്സിനെ അല്പമെങ്കിലും ഭാരപ്പെടുത്തുന്നുണ്ടോ? കർത്താവേ, നിൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന ഏതും എൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തണമെന്ന് നമ്മൾ പറയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അയൽപക്കക്കാരൻ്റെ വേദന നമ്മുടെ ഹൃദയത്തിന് എൻ്റെ വേദനയായി മാറുന്നുണ്ടോ? അയൽപക്കക്കാരൻ്റെ നിലവിളികൾ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? യേശു കർത്താവ് ഏത് സാഹചര്യങ്ങളെയും നന്നായി അപഗ്രഥിക്കുകയും നന്നായി തിരിച്ചറിയുകയും അവിടെ മനസ്സിലുമെങ്കിൽ മനസ്സിൽ തോന്നുകയും അതിന് പ്രതിവിധി കണ്ടെത്തുകയും ചെയ്യുന്ന ആ ഒരു ഭാവം. പ്രിയമുള്ളവരെ, സഭയുടെ മുമ്പിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത്, ചലഞ്ച് എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ നിസ്സംഗരായിരിക്കുവാനല്ല, നിശബ്ദരായിരിക്കുവാനല്ല, പിന്നെയോ എവിടെയൊക്കെ നമ്മളുടെ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ടോ? അത് മതപരമായ ചില കാര്യങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ സാമൂഹ്യമായ ചില കാര്യങ്ങളിലായിരിക്കാം, മറ്റ് പലവിധ രംഗങ്ങളിലായിരിക്കാം. ജാഗ്രത പുലർത്തേണ്ട ഇടങ്ങളിലൊക്കെ നിസ്സംഗത പാലിച്ചു പോകാനിടയാകാതെ നമുക്ക് സജീവമായിരിക്കാനിടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഏത് അവസ്ഥകളെയും തിരിച്ചറിയുവാൻ, തൊട്ട് അയൽപക്കത്ത് സംഭവിക്കുന്ന പോലും ഇന്ന് തിരിച്ചറിയാൻ നമുക്ക് സമയമില്ല. എന്താ അയൽപക്കത്തെ വീട്ടിൽ അവിടെ പട്ടിണിയുണ്ടോ, അവിടെ രോഗമുണ്ടോ, അവിടെ വല്ല പ്രതിസന്ധിയുണ്ടോ? ആർക്ക് വേണം ഇത്? ഈ വിധത്തിലുള്ളൊരു നിസ്സംഗതാ മനോഭാവം ചുറ്റുപാടും പാർക്കുന്നവർ ആരുമായിക്കൊള്ളട്ടെ, ഏത് മതസ്ഥരുമായിക്കൊള്ളട്ടെ, അവരെ അറിയുവാൻ, അവരെ തിരിച്ചറിയുവാൻ, അവരുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കുവാൻ, ദുഃഖിക്കേണ്ടടുത്ത് ദുഃഖിച്ച് അതിനുള്ള പ്രതിവിധി കണ്ടെത്തുവാൻ, മനസ്സലിൻ്റെ അടുത്ത് മനസ്സലിഞ്ഞ് പ്രതിവിധി കണ്ടെത്തുവാൻ നമുക്കിടയാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കയ്യെത്താവുന്ന ദൂരത്ത് നമ്മൾ ഏതെല്ലാം പ്രതിസന്ധികൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ നോട്ടമെത്താവുന്ന ദൂരത്ത് ഏതെല്ലാം പ്രതിസന്ധികൾ, നമ്മുടെ പേപ്പറൊക്കെ വായിച്ച് നോക്കിയാൽ തന്നെ അറിയാം എന്തെല്ലാം പ്രതിസന്ധികളാണ് ചുറ്റുപാടുകൾ നടക്കുന്നത്. ഭവനത്തിനുള്ളിൽ നടക്കുന്ന എത്രയോ അക്രമങ്ങൾ തൊട്ടടുത്ത വീട് അറിയാതെ പോകുന്നു. മരണം കഴിഞ്ഞ് 2-3 ദിവസം വീട്ടിൽ അടച്ചിടപ്പെട്ടിരിക്കുന്ന ശവശരീരം കണ്ടെത്തുമ്പോൾ അയ്യോ, ഞാനിത് അറിഞ്ഞില്ലല്ലോ എന്നുള്ള മനോഭാവം ചുറ്റുപാടുകളെ വേണ്ട വിധത്തിൽ അപഗ്രഹിക്കാൻ കഴിയാതെ പോകുന്നു. യേശു കർത്താവിൻ്റെ കണ്ണുകൾ രണ്ട് കണ്ണിന് പകരം ഒരു മൂന്നാമതൊരു കണ്ണുകൂടെ ഉണ്ടാകണം. 2 കണ്ണുകൊണ്ട് സാധാരണ കാഴ്ചകളൊക്കെ കണ്ടു, എന്നാൽ ആരും കാണാത്ത ചിലതിനെയൊക്കെ കാണുവാനുള്ള കാഴ്ച കർത്താവിനുണ്ടായിരുന്നു. ഈ കാഴ്ച നമുക്കും ഉണ്ടാകണം. പ്രിയമുള്ളവരെ, യേശു കർത്താവിലുള്ള മനസ്സലിവിൻ്റെ ഈ മനോഭാവം, യേശു കർത്താവിൻ്റെയുള്ള അപഗ്രഥനത്തിൻ്റെ ഈ മനോഭാവം, ഈ ഭാവം നമ്മളുണ്ടാകുവാൻ ഇടയാകണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതുകൊണ്ട് ഒന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, യേശു കർത്താവിലുള്ള ഈ മനസ്സലിവിൻ്റെ ഭാവം, ചുറ്റുപാടുകളെ മനസ്സിലാക്കേണ്ടതുപോലെ നന്നായി മനസ്സിലാക്കുവാനുള്ള കഴിയുന്ന യേശുവിൻ്റെ ഭാവം, അതിനോടൊക്കെ പ്രതികരിക്കുവാൻ കഴിഞ്ഞ യേശുവിൻ്റെ ഭാവം ഇന്ന് വിശ്വാസ സമൂഹമായി നമ്മളിലേക്ക് പകരപ്പെടുവാൻ ദൈവമേടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിലുള്ള മനസ്സലിവിൻ്റെ ഭാവം എന്നിലേക്ക് പകരപ്പെടുവാൻ, എന്നിലൂടെ ചുറ്റുപാടുകൾക്ക് ആശ്വാസം പകരുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. രണ്ടാമതായി, ചേർത്ത് പിടിക്കലിൻ്റെ മനോഭാവം. ചേർത്ത് പിടിക്കലിൻ്റെ മനോഭാവം ഈ ഭാഗത്തൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ആ ഭാഗത്തൊക്കെ പറയുന്നുണ്ട്, യേശു താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് തനിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. വേറൊരിടത്ത് പറയുന്നുണ്ട്, യേശു അവരെ പരീക്ഷിപ്പാൻ അത്ര ഇത് പറഞ്ഞത്. ഫിലിപ്പോസിനോട് പറയുന്നു, ഇവരെ പറഞ്ഞയക്കണം, ഇവർ ഊരുകളിലൊക്കെ പോകേണ്ടി വരുന്നല്ലോ, 200 വെള്ളിക്കാശിനെ വാങ്ങിയാൽ എന്തെന്താകും, ഇതൊക്കെ പറയുന്നുണ്ട്. യേശു എന്താണ് ചെയ്യാൻ പോകുന്നത് നല്ലതുപോലെ യേശുവിന് ഉറപ്പുണ്ടായിരുന്നു. ഈവൻ ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, എന്താ പറയുക, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. നിങ്ങളെ കൂടാതെ, അവരെ കൂടാതെ ചെയ്യാൻ കഴിവുള്ള യേശു കർത്താവല്ലേ? ശിഷ്യന്മാരെ കൂടാതെ ചെയ്യുവാൻ കഴിവുള്ളൊരു യേശു കർത്താവ്, ഒരു പ്രയാസവുമില്ല. എന്നാൽ എങ്കിൽ പോലും പറയുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ അത്ഭുതം പ്രവർത്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ കൂടാതെയല്ല. ശിഷ്യന്മാരെ ഗൗരവമായി എടുക്കുന്ന ഒരു കർത്താവ്, ശിഷ്യന്മാരിലുള്ളത് അവരുടെ നേതൃത്വ ശൈലിയെ ഒന്നുകൂടെ ഉൾക്കൊള്ളുന്ന ഒരു യേശു കർത്താവിൻ്റെ മനോഭാവം. യേശു കർത്താവിന് ശിഷ്യന്മാരെ കൂടാതെ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ പോലും യേശു കർത്താവ് അവരെ കാണുന്നത്, ഇവിടെയാണ് ഈ കോവർക്കേഴ്സ് വിത്ത് ക്രൈസ്റ്റ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ആരാണ്? യേശു കർത്താവിൻ്റെ കോവർക്കേഴ്സ് വിത്ത് ക്രൈസ്റ്റാ. യേശു കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്ന ഇടങ്ങളിലൊക്കെ ശൂന്യതയിലല്ല യേശു കർത്താവ് പ്രവർത്തിക്കുന്നത്. യേശു കർത്താവ് പ്രവർത്തിക്കുന്നതെല്ലാം ആരിലൂടെയൊക്കെയാണ്? കനാവിലെ കല്യാണത്തിന് യേശു കർത്താവ് വെള്ളം വീഞ്ഞാകുമ്പോൾ എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും
പിന്നെ എളുപ്പമായത് കൊടുക്കുമാറുണ്ട്. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ച് വെച്ചുവല്ലോ എന്ന് പറയത്തക്ക വിധത്തിൽ അവിടെ അത്ഭുതം പ്രവർത്തിച്ചുവെങ്കിൽ യേശു കർത്താവ് മാത്രമല്ല, ആ ഭാഗമൊക്കെ എടുക്കുമ്പോൾ എത്രയോ പേരതിൽ പങ്കാളികളായി. യേശുവിൻ്റെ അമ്മ മറിയ, സാധാരണക്കാരായ ജോലിക്കാർ, വരുന്ന വാഴി, ഇവരെല്ലാം യേശുവിൻ്റെ അത്ഭുതത്തിൽ പങ്കാളികളായവരാണ്. യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ധാരാളം പേരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവരെ ഒഴിവാക്കിയല്ല. മറുരൂപമലയിൽ യേശു കർത്താവ് കയറുമ്പോൾ പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെയും കൂട്ടിയാണ് മറുരൂപമലയിലേക്ക് പോകുന്നത്. യഹൂദ പ്രമാണിയുടെ മകളുടെ സൗഖ്യം കൊടുക്കാനായിട്ട് പോകുമ്പോൾ ആ മുറിയിലേക്ക് യേശു വിളിച്ചുകൊണ്ട് പോകുന്നത് ശിഷ്യന്മാരെ കൂടെയാണ്. ശിഷ്യന്മാരെ ചേർത്ത് പിടിക്കുന്നവനായൊരു കർത്താവ്. ഇന്ന് പലപ്പോഴുമൊക്കെ ഈ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കഴിയുന്നിടത്തോളം നമ്മൾ തന്നെ ചെയ്യുക, ഒഴിവാക്കലാണ് നമുക്ക് കുറച്ചുകൂടെ വലിയ സന്തോഷം. ആരെയെങ്കിലുമൊക്കെ ഒഴിവാക്കാൻ ഒക്കുമെങ്കിൽ ഒഴിവാക്കുക. നമ്മളെക്കാട്ടിൽ അല്പം കഴിവുള്ളവരാണെങ്കിൽ അവരെ ഒഴിവാക്കിയിരിക്കും. കഴിവ് കെട്ടവരാണെങ്കിൽ അവരെ ഒഴിവാക്കിയിരിക്കും. യേശു കർത്താവ് പറയുന്നത് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. തൻ്റെ യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അങ്ങോളം ഇങ്ങോളം ശിഷ്യന്മാരെയൊക്കെ ചേർത്ത് പിടിച്ചതായിട്ട് കാണാം. അവർ വീണുപോയ അവസരങ്ങളൊക്കെ ധാരാളമുണ്ട്. വീണു പോകാവുന്ന അവസ്ഥയിൽ, അവർ വീണുപോയ അവസ്ഥയിലൊക്കെ അവരെ ചേർത്ത് പിടിക്കുന്ന യേശു കർത്താവ്. ചേർത്ത് പിടിക്കലിൻ്റെ ഭാവം അവിടെയാണ് കൂട്ടുവേലക്കാരെന്നുള്ള അവരുടെ പ്രയോഗം വളരെ അർത്ഥവത്തായിത്തീരുന്നത്. നമ്മുടെ സമൂഹത്തിലൊക്കെ ധാരാളം ശ്രേണികളുണ്ട്. ഹൈറാർക്കിക്കൽ സ്റ്റേറ്റ് എന്ന് പറയാം. സമൂഹത്തിലാകാം, രാഷ്ട്രീയത്തിലാകാം, സഭയിലാകാം, ധാരാളം ശ്രേണികളുണ്ട്. സഭയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം ഷമ്മാശനുണ്ട്, അല്ലെ സുവിശേഷനുണ്ട്, ഷമ്മാശനുണ്ട്, കശീശായുണ്ട്, പട്ടക്കാരുണ്ട്, വികാരിയരാളുണ്ട്, മെത്രാനുണ്ട്. ഇത് ഹൈറാർക്കിക്കൽ പൊസിഷൻസാണ്. സമൂഹത്തിൽ ധാരാളം ശ്രേണികളുണ്ട്. ഇങ്ങനെയുള്ള ശ്രേണികളൊക്കെ ഒരു ജീവിത യാഥാർത്ഥ്യമാണ്. ഓരോരുത്തർക്കും ദൈവം തമ്പുരാൻ തൻ്റെ ഇഷ്ടപ്രകാരം ഓരോരോ സ്ഥാനമാനങ്ങളൊക്കെ നൽകുന്നു. എന്നാൽ ആ സ്ഥാനമാനങ്ങൾക്കൊക്കെ അതീതമായി എല്ലാവരും ഒരുപോലെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ കൂട്ടുവേലക്കാരാണെന്നുള്ള ചിന്തയോടുകൂടി ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ യേശു കർത്താവ് ആഗ്രഹിക്കുന്നു, താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ ചേർത്ത് പിടിക്കലിൻ്റെ ഒരു മനോഭാവം, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാനായിട്ട്. പണം ഏറുമ്പോൾ, സ്ഥാനമാനങ്ങൾ ഏറുമ്പോൾ, ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ അനുകൂലമായി കഴിയുമ്പോൾ ആരെയും വേണ്ട എന്നുള്ള ചിന്ത. ഇന്ന് പലപ്പോഴുമൊക്കെ നമ്മൾ വി ആർ വെരി ഇൻഡിപെൻഡൻറ്റ് ദാൻ ഇൻ്റർഡിപ്പെൻഡൻറ്റ്. വളരെ സ്വതന്ത്രരാണ് നമ്മളിന്ന്. കാരണം അതിനുള്ള ജീവിത സാഹചര്യങ്ങളെല്ലാം ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നു. ഒരു കാലത്ത് ഒരു ഭവനത്തിനുള്ളിൽ അമ്മയും അപ്പനും മക്കളും കൂടെയൊക്കെ വളരെ പരിമിതികളോടുകൂടെ സന്തോഷമായി കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് വളരെ ലാവിഷ്നെസ്, വളരെയധികം സൗകര്യങ്ങളൊരു വീട്ടിനുള്ളിൽ തന്നെ എല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങൾ സ്വതന്ത്രമായി, സ്വൈര്യമായി, പ്രൈവറ്റായി ഒക്കെ നിർവഹിക്കാമെന്ന് വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പാരസ്പരികതയും ഈ ചേർത്ത് വയ്ക്കലും ഒക്കെ കുറഞ്ഞു വരികയാണ്. ഒരു ഭവനത്തിൽ തന്നെ ഇത് കാണുന്നില്ല. അമ്മയും അപ്പനും മക്കളും കൂടെ ഒരുമിച്ചുള്ള ഒരു സഹവർത്തിത്വം, ഒരുമിച്ചുള്ള ഒരു കൂടിവരവ്, ഇതൊക്കെ നന്ദി നിന്ന് വരികയാണ്. അതുകൊണ്ട് ചേർത്ത് വെക്കലിൻ്റെ ഒരു ഭാവം യേശു കർത്താവ് ഫിലിപ്പോസിനോട് പറയുന്നു, അന്ത്രയോസിനോട് പറയുന്നു, ആ ബാലകനോട് പറയുന്നു. ഇതെല്ലാം ചേർത്ത് വെക്കലാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ നമ്മളുടെ കൂടെ ചേർത്ത് വെക്കാനുള്ളൊരു മനോഭാവം. എളിയവനെ നിന്ദിക്കുകയല്ല, മറ്റുള്ളവരെ സഹോദരനെ മൂഢ എന്ന് പറയുകയല്ല, എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ. അത് മതപരമായി ചേർത്ത് വെക്കലെന്ന് ആവശ്യമാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള ധാരാളം മതങ്ങൾ, എല്ലാ മതങ്ങളിൽപ്പെട്ടവരും നമ്മുടെ സഹോദരങ്ങളാണ്. ഏത് ജാതിയുമായിക്കൊള്ളട്ടെ, എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. ജാതി മതഭേദമന്യേ നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയണം. സഭാവ്യത്യാസമില്ലാതെ നമ്മുടെ ആളുകളെ ചേർത്ത് പിടിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മളിൽ നിന്ന് ഭിന്നഭിപ്രായമുള്ള ആളുകളെ ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് കഴിയണം. ആ വിധത്തിലുള്ളൊരു മനോഭാവം നമ്മളിലുണ്ടാകുവാൻ യേശുവിൻ്റെ ഈ മനോഭാവം നമുക്ക് പ്രേരകമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമതായി ഞാൻ പറഞ്ഞത്, യേശു കർത്താവ് ഈ ശിഷ്യന്മാരെ ചേർത്ത് പിടിക്കുകയാണ്. തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അവരെ ഒരിടത്ത് ഒഴിവാക്കുന്നില്ല. യേശു കർത്താവിന് തനിയെ അത്ഭുതങ്ങൾ ചെയ്യാമെന്നിരിക്കെ, തനിയെ ധാരാളം കാര്യങ്ങൾ ചെയ്യാമെന്നിരിക്കെ, അവിടെയെല്ലാം തൻ്റെ കൂട്ടുവേലക്കാരായി ഈ ശിഷ്യന്മാരെയൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രിയമുള്ളവർ, ഈ ഒരു ഭാവം നമ്മളിലേക്ക് പകരപ്പെടണം.
നമ്മൾ കഴിവുള്ളവരായിരിക്കാം, പ്രാപ്തിയുള്ളവരായിരിക്കാം, സമ്പത്തുള്ളവരായിരിക്കാം, വിദ്യാഭ്യാസമുള്ളവരായിരിക്കാം, ആരോഗ്യമുള്ളവരായിരിക്കാം, ധാരാളം. യേശു കർത്താവ് നമ്മെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുക. വ്യത്യസ്തത ജീവിത യാഥാർത്ഥ്യമാണ്. ആരും വേറൊരാളിനെ പോലെയല്ല, ആരും വേറൊരാളിനെ പോലെയല്ല. ബഹുസ്വരതയുടെ ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ധാരാളം കുടുംബങ്ങളിൽ ചേർത്ത് വയ്ക്കൽ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇന്ന് വിവാഹമോചനമൊക്കെ വളരെ സാധാരണയായി വരിക. കാരണം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനെ പല കാരണങ്ങളാൽ ചേർത്ത് പിടിക്കുവാൻ കഴിയാതെ പോകുന്നു. മറിച്ചും മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ പോകുന്നു, കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെയൊക്കെ. ഇതൊക്കെ ഇന്നിൻ്റെ ഒരു യാഥാർത്ഥ്യമായി മാറുകയാണ്. യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൽ എപ്പോഴും കാണിച്ചിരുന്നത് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാകുന്നു. മൂന്നാമതായിട്ട് ഉള്ളതിനെ ഊർജ്ജമാക്കുന്ന ഒരു ഭാവം. ഉള്ളതിനെ ഊർജ്ജമാക്കുന്ന ഒരു ഭാവം. യേശു കർത്താവ് എന്താ പറയുന്നത്? ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ പക്കൽ എന്ത് ഉണ്ട്? നിങ്ങളുടെ പക്കൽ എന്തുണ്ട് എന്നാണ് യേശു കർത്താവ് ചോദിക്കുന്നത്. അവർ പറയുന്നു, 5 അപ്പവും 2 മീനും മാത്രം. വലിയൊരു പുരുഷാരത്തെ തീറ്റിപ്പോറ്റുവാനായി നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? യേശു കർത്താവിന് അറിയാം അവരുടെ പക്കൽ ഉള്ളത് കൊണ്ട് സാധാരണ ഗതിയിൽ സാമാന്യമായി ഇവരെ ഒന്നും പരിപോഷിപ്പാൻ നിവൃത്തിയില്ല. ഈ 5 അപ്പവും 2 മീനും കൂടാതെ തന്നെ യേശുവിന് ഈ ജനത്തെ പരിപോഷിപ്പിച്ചുകൂടെ? കൂടാം, ഒരു സംശയവുമില്ല. എന്നാൽ ചോദിക്കുന്നു, നിങ്ങൾക്കെന്താ കയ്യിലുള്ളത്? യേശു കർത്താവ് തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ പറയുന്നു, ഇപ്പോൾ പിടിച്ചതൊക്കെ കൊണ്ടുവരിക. കരയിൽ കയറിയപ്പോൾ അവർക്ക് വേറെ അപ്പവും മീനുമൊക്കെ അവിടെ ഉണ്ട്. എങ്കിലും അവരോട് പറയുകയാണ്, ഇപ്പോൾ പിടിച്ചത് നിങ്ങൾ കൊണ്ടുവരിക. ഇല്ലാത്തത് അല്ല, ഉള്ളതെന്ത് അതിനെ ഊർജ്ജമാക്കാൻ കഴിയുന്നൊരു കർത്താവാണ്. ഉള്ളതിനെ ഊർജ്ജമാക്കാൻ. പലപ്പോഴും നമ്മൾ മറ്റൊരാളിലുള്ളത് നമ്മളിലില്ല എന്ന് നമ്മൾ ദുഃഖിക്കുന്നുണ്ട്, ഭാരപ്പെടുന്നുണ്ട്. വ്യത്യസ്തങ്ങളായിട്ട് കഴിവുകൾ, താലന്തുകളുടെ ഉപമയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരാളിന് 5 കൊടുത്തിട്ടുണ്ട്, ഒരാളിന് 2 കൊടുത്തിട്ടുണ്ട്, ഒരാളിന് 1 കൊടുത്തിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് ദൈവം ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിലും കൊടുക്കാത്തൊരാരും ഇല്ലെന്നാണ് എൻ്റെ വിചാരം. എന്തെങ്കിലും ദൈവം നൽകിയിട്ടില്ലാത്ത ആരുമില്ല. നമ്മളിലെല്ലാം ദൈവം തമ്പുരാൻ നൽകിയിട്ടുണ്ട്. അത് ചിലപ്പോൾ 1 ആകാം, 2 ആകാം, 5 ആകാം. 5 തന്നവൻ 2 തന്നവൻ 1 തന്നു. 1 തന്നവൻ്റെ പരാജയത്തിന് കാരണം എന്നാ? 2 എനിക്ക് കിട്ടിയില്ല, 5 എനിക്ക് കിട്ടിയില്ല, 1 കിട്ടിയുള്ളൂ എന്നുള്ളതാണ്. അവിടെയാണ് പറയുന്നത് ദുഷ്ടനും അടിയനുമായ ദാസനെ എന്ന് പറയുന്നത്. ഉള്ളതിനെ യേശു കർത്താവ് പറയുന്നത്, നിനക്കുള്ളത് കൊണ്ടുവരിക, ഉള്ളത് കൊണ്ടുവരിക, നിനക്ക് നൽകിയിരിക്കുന്നു. ഇവിടെയൊക്കെ ഈ ഒരു കാലത്ത് വികലാംഗരെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ വാക്ക് മാറിയിട്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്നു, ഡിഫറൻ്റ്ലി ചലഞ്ച്ഡ് എന്നൊക്കെ പറയുന്നു. അതിൻ്റെ അർത്ഥം എന്നാ? അവരിൽ ചില ഭിന്നശേഷിക്കാർ, കഴിവുകളുള്ള ധാരാളം ആളുകൾ. നമുക്കറിയാം, പത്തനാപുരം ആശാഭവനിലൊക്കെ പഠിച്ചു വളർന്ന ജോസഫ് മാർത്തോമ ഉള്ള കാലത്ത് തിരുമേനി മാരാമൺ കൺവെൻഷനിൽ പ്രദർശിപ്പിച്ച ഒരു സഹോദരനെ ഓർക്കുന്നുണ്ടായിരിക്കും. 2 കൈയും ഇല്ലാത്തൊരു മനുഷ്യന് അദ്ദേഹം വലിയ കലാകാരനായി, അംഗീകരിക്കപ്പെട്ടൊരു കലാകാരനായി തീരത്തക്കവണ്ണം അദ്ദേഹത്തെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിച്ചു. മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ 2 കൈയില്ലാത്തൊരു വികലാംഗനാണ്. പക്ഷേ അദ്ദേഹത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന കലാവൈഭവങ്ങൾ, അതിനെ വളർത്തിക്കൊണ്ട് വരുവാനായിട്ട്. പ്രിയമുള്ളവരെ, നമ്മളിലൊക്കെ എന്തെങ്കിലും ദൈവം തമ്പുരാൻ നൽകിയിട്ടുണ്ട്. ദൈവം അതേ ചോദിക്കുന്നുള്ളൂ. അവിടെയാണ് തന്നാലാവത് എന്നൊക്കെ പറയുന്നത്. വേറൊരാളിൽ നൽകിയിട്ടുള്ളതിൻ്റെ അത്രയും എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് പുറവൃത്ത ജീവിതം പാഴാക്കിക്കളയല്ലേ. പിന്നെയോ ഉള്ളത് എന്താകുന്നുവോ അത് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ആ വിധത്തിലുള്ളൊരു മനോഭാവം, നമ്മിലുള്ളതിനെ അതേ അവസ്ഥയിൽ സ്വീകരിക്കുന്നൊരു ദൈവത്തിൻ്റെ മനോഭാവം. ഈ മനോഭാവം നമുക്ക് പ്രോത്സാഹനമായാൽ മാത്രം മതിയോ? ഈ മനോഭാവം നമ്മളിലേക്ക് പകരപ്പെടണം. അതുകൊണ്ടൊക്കെ ഈ ഗവൺമെൻറ് വളരെ നിർബന്ധമായി പറഞ്ഞിരിക്കുന്നത്, ഭിന്നശേഷിക്കാരനെ കൂടെ നിയമിക്കാഞ്ഞാൽ വേറെ നിയമനമൊന്നും ഞങ്ങൾ സ്വീകരിക്കുകയില്ല. ഇന്ന് സ്കൂളുകളിലെ എല്ലാ നിയമനങ്ങളും ബ്ലോക്ക് ചെയ്തിരിക്കുക. കാരണം അധ്യാപക വൃത്തിക്ക് വേണ്ടി ഒരു ഭിന്നശേഷിക്കാരനെ അപേക്ഷിച്ചാൽ ആ ഭിന്നശേഷിക്കാരന്, സാധാരണഗതിയിൽ നമ്മളൊരു ഭിന്നശേഷിക്കാരനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം ക്ലാസ്സിൽ പോയി പഠിപ്പിക്കണമെങ്കിൽ കാലില്ലാത്ത ഒരാളെങ്ങനെ പഠിപ്പിക്കാൻ കഴിയും? കണ്ണില്ലാത്ത ഒരാളെങ്ങനെ പഠിപ്പിക്കാൻ കഴിയും? ഗവൺമെൻറ് തിരിച്ചറിഞ്ഞ് പറഞ്ഞു, ഭിന്നശേഷിക്കാരന് ഇത്ര % നിയമിച്ചെങ്കിൽ മാത്രമേ മറ്റേ നിയമനങ്ങളൊക്കെ അംഗീകരിക്കുകയുള്ളൂ. റിസർവേഷൻ എന്നൊക്കെ പറയുന്നു അല്ലേ. ഭിന്നശേഷി
അല്ലെങ്കിൽ നമ്മളിലുള്ളത് അല്പം. നമുക്കിന്ന് എപ്പോഴും നമ്മുടെ മനോഭാവം ദ ബെസ്റ്റ്, ഏറ്റവും മെച്ചമായതാണ് നമുക്ക് വേണ്ടി. ഏറ്റവും മെച്ചമായ പാട്ടുകാർ വേണം, ഏറ്റവും മെച്ചമായ പ്രസംഗകർ വേണം, ഏറ്റവും മെച്ചമായ കഴിവുള്ളവർ വേണം. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോകും? എല്ലാവരിലും ദൈവം തമ്പുരാൻ അല്പമെങ്കിലും നൽകിയിട്ടുണ്ട്. ദൈവം നൽകിയിരിക്കുന്ന അല്പത്തെ അത് ദൈവകരങ്ങൾ സമർപ്പിച്ചതിനെ വലുതാക്കി തീർക്കുവാൻ നമുക്ക് കഴിയണം. മറ്റുള്ളവരിലെ അല്പത്തെ അംഗീകരിപ്പാൻ നമുക്ക് കൂടെ കഴിയണം. യേശു കർത്താവ് അവരിലുള്ള അല്പത്തെ തൻ്റെ കരങ്ങളിലെടുത്ത് വാഴ്ത്തി ഇത്രയും ആളുകൾക്ക് പ്രയോജനപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണുമ്പോൾ കർത്താവിൻ്റെ ഈ മനോഭാവം ഉള്ളതിനെ സ്വീകരിക്കുന്ന, ഉള്ളതിനെ ഊർജ്ജമാക്കുന്ന ഒരു ഭാവം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, മറ്റുള്ളവരിലെ ഉള്ളതിനെ ഒന്ന് സ്വീകരിപ്പാൻ നമുക്ക് കഴിയുമോ? മറ്റുള്ളവരില്ലാത്തതിനെക്കുറിച്ച് നമ്മൾ പരിഭവപ്പെട്ടിട്ട് കാര്യമില്ല. മറ്റുള്ളവരിൽ എന്ത് അവരിലുണ്ട്, അതൊരു ദരിദ്രനായിരിക്കാം, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളൊരു മനുഷ്യനായിരിക്കാം, അവൻ്റെ എത്രയോ നന്മകൾ കാണാം. പണമില്ലാത്തൊരു മനുഷ്യനായിരിക്കാം, പക്ഷെ അവൻ്റെ നന്മ വളരെയധികമായിരിക്കാം. അവൻ്റെ നന്മയെ അംഗീകരിക്കുവാൻ, അല്ലെങ്കിൽ ശാരീരികമായ ചില പരിമിതികളുള്ള ഒരാളായിരിക്കാം, അദ്ദേഹത്തിൽ ധാരാളം കഴിവുകൾ, വ്യത്യസ്തമായ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്, അവയെ അംഗീകരിക്കുവാൻ, ഉള്ളതിനെ ഊർജ്ജമാക്കി തീർക്കുവാനുള്ള യേശു കർത്താവ്. അവിടെയാണ് ഈ 5 അപ്പം 5000 പേരെ പോഷിപ്പിക്കാൻ സഹായകരമായി തീർന്നു. മറ്റുള്ളവരിലെ ഉള്ളതിനെ തിരിച്ചറിയുവാൻ. അത് വളരെ പരിമിതമായിരിക്കാം, അത് അവൻ്റെ കഴിവായിരിക്കും വളരെ പരിമിതം. അവൻ്റെ ആരോഗ്യം ചിലപ്പോൾ മറ്റുള്ളവരുടെ അത്രയും കരുത്തനായിരിക്കുകയില്ല. അവൻ്റെ സൗന്ദര്യം ചിലപ്പോൾ വേറൊരാളിനെ പോലെ സൗന്ദര്യമുള്ള ഒരാളായിരിക്കുകയില്ല. മറ്റുള്ളവരിൽ എന്ത് ദൈവം നൽകിയിരിക്കുന്നോ അതിനെ എടുത്ത് ഉപയോഗിപ്പാൻ. ദൈവം ആ വിധത്തിലൊക്കെയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ മനോഭാവങ്ങൾ മറ്റുള്ളവരെ ആ വിധത്തിൽ കാണുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവിൻ്റെ 3 ഭാവങ്ങളെക്കുറിച്ച് മാത്രമാണ്, വേദപുസ്തകത്തിലെ 3 ഭാവങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞത് മനസ്സലിവിൻ്റെ ഒരു ഭാവം. ഈ ഭാവം നമുക്ക് വളരെ അനുഗ്രഹമാണ്. എന്നാൽ ഈ മനസ്സലിവ് നമ്മളുടെ മനോഭാവങ്ങളിലുണ്ടാകണം. മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപെടലുകളിൽ ഈ മനോഭാവം വെച്ച് പുലർത്തുവാൻ, യേശു കർത്താവിൻ്റെ ഈ മനോഭാവം നമ്മളിലേക്ക് പകരപ്പെടുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശു കർത്താവ് ചുറ്റുപാടുകളെ നല്ലതുപോലെ അപഗ്രഥിച്ചിരുന്നു, അതിനോട് പ്രതികരിച്ചിരിക്കുന്നു. അതുകൊണ്ട് വിശ്വാസ സമൂഹം എന്ന നിലയിൽ നമ്മുടെ നിസ്സംഗത വെടിയാൻ, നമ്മുടെ നിശബ്ദത വെടിയാൻ, ചുറ്റുപാടുകളെ കാണേണ്ടതുപോലെ കാണുവാനും അതിനോട് പ്രതികരിക്കുവാനും യേശുവിനെ പോലെ ആ ഭാവം നമ്മൾ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. 2, യേശു കർത്താവ് ശിഷ്യന്മാരെ ചേർത്ത് പിടിക്കുന്നു. അവൻ തനിയെ ചെയ്യാമായിരിക്കുന്നു എങ്കിൽ പോലും ശിഷ്യന്മാരുടെ അവരുടെ കഴിവിനെ അംഗീകരിച്ച് അവരെ ചേർത്ത് പിടിക്കുന്നൊരു കർത്താവ്. ആ വിധത്തിലാണ് നമ്മളെയൊക്കെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. നമ്മളാരും പൂർണ്ണരായതുകൊണ്ടല്ല കർത്താവ് നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്, നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഈ മനോഭാവം മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടാകണം. ഇതര ആരോടും ഞാൻ വിശദീകരിക്കുന്നില്ല. മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ സാന്ദർഭികമായ ഒന്നുകൂടെയൊക്കെ പറയട്ടെ. ഇന്ന് സഭയിൽ ഭരണഘടനയിലൂടെയൊക്കെ സ്ത്രീകളെ നിർബന്ധമായി ചേർത്ത് പിടിച്ചേ മതിയാകുമെന്ന് പറഞ്ഞിരിക്കുക. 31% റിസർവേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുക. അൽമായ ശുശ്രൂഷരായി സ്ത്രീകളെ ഇന്ന് സഭയിൽ മദ്ബഹായിൽ കയറ്റണമെന്നൊക്കെ അനുവാദം ഭരണഘടന തന്നിരിക്കുക. ഇന്ന് എത്ര ഇടങ്ങളിൽ അവരെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയുന്നു? സാന്ദർഭികമായി ഞാനിത് പറയുക. എത്രയോ ഇടവകളാണ് നമുക്കുള്ളത്. എത്ര ഇടവകളിൽ നമ്മളുടെ സഹോദരിമാരെ സ്ത്രീ പുരുഷ ഭേദം അവരെ പരസ്പരം അംഗീകരിപ്പാൻ കഴിയാതെയൊക്കെ പോകുന്നു. മദ്ബഹായിൽ കയറണ്ട, ഭരണഘടന അനുവദിച്ചിരിക്കുക. പക്ഷെ അതിനൊക്കെ ഇന്ന് നമുക്കിപ്പോഴും അത് സാധിക്കാതെയൊക്കെ ഇരിക്കുക. ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയാതെ പോയിരിക്കുകയാണ്. ചേർത്ത് പിടിക്കുന്ന ഒരു മനോഭാവം. അവസാനമായി ഉള്ളതിനെ ഊർജ്ജമാക്കുന്ന ഒരു മനോഭാവം. എന്ത് നമ്മളിലുണ്ടോ അത് അല്പമായിരിക്കാം, അല്പം മതി. അതിനെ ഊർജ്ജമാക്കുന്നൊരു ദൈവം നമ്മോട് പറയുന്നു, മറ്റുള്ളവരിലെ ഉള്ളതിനെ ഊർജ്ജമാക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. ആ വിധത്തിലൊക്കെ ആ മനോഭാവം നമ്മളിലേക്കൊക്കെ പകരപ്പെടുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഉള്ളതിനെ ഊർജ്ജമാക്കുവാൻ, കർത്താവിലുള്ള ഭാവം നമ്മളിലേക്ക് പകരപ്പെടുവാൻ, ആ ഭാവത്തിലൂടെ സമൂഹത്തിന് നമ്മൾ അനുഗ്രഹമായി തീരുവാൻ ഈ തുടർന്നുള്ള നാളുകൾ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.